കോമ്പാക്ഷൻ ടെസ്റ്റ് രണ്ട് രീതിയിലാണ്. ലൈറ്റ് കോമ്പാക്ഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റ്. സെക്കൻഡ് വൺ ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റ്. ഈ രണ്ട് ടെസ്റ്റുകളാണ് നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ളത്. നമ്മൾ ലാബിൽ യൂഷ്വലി ചെയ്യുന്നത്, നമുക്ക് അവിടെ കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ളത് ലൈറ്റ് കോമ്പാക്ഷൻ ആണ്, സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റ് ആണ് യൂഷ്വലി നമ്മൾ ചെയ്യാറുള്ളത്. ഇനി ലൈറ്റ് കോമ്പാക്ഷൻ യൂസ് ചെയ്യുന്നതും ഹെവി കോമ്പാക്ഷനും തമ്മിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. വളരെ ചെറിയ ഡിഫറൻസുകളാണ് ഈ ലൈറ്റ് കോമ്പാക്ഷനും ഹെവി കോമ്പാക്ഷനും തമ്മിലുള്ളൂ. ലൈറ്റ് കോമ്പാക്ഷൻ ആദ്യം പറയാം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റ്. ഇതിൻ്റെ പ്രൊസീജിയർ ചോദിക്കാറുണ്ട് എക്സാമിന്, അപ്പോൾ പ്രൊസീജിയർ അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇത് നമ്മൾ IS 270 പാർട്ട് 7 പ്രകാരമാണ് നമുക്ക് ഇതിൻ്റെ അപ്പാരറ്റസും കാര്യങ്ങളും സ്പെസിഫിക്കേഷൻസ് വരാം. ഒരു സിലിണ്ട്രിക്കൽ മൗൾഡ് ഉണ്ടാവും, 100 mm ഡയമീറ്റർ ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 127.3 mm ആണ്. 1000 ml കപ്പാസിറ്റി ആണ് ആ ടെസ്റ്റിംഗ് അപ്പാരറ്റസിനുള്ളത്. ഇനി മൗൾഡിന് ഒരു ഡിറ്റാച്ചബിൾ പ്ലേറ്റ് ഉണ്ട്. ഒരു മൗൾഡാണ്, താഴെ കാണിച്ചു തരാം, ഫിഗർ ഉണ്ട്, ഇതാണ് ഫിഗർ. ഈ മൗൾഡ്, ഇതാണ് ഈ മൗൾഡ്. ഓക്കെ, 100 mm ഡയമീറ്ററും 127.3 mm ഹൈറ്റും ആണ് ഇതിനുള്ളത്. ഓക്കെ, ദെൻ ഇതിന് താഴെ കാണിച്ചിരിക്കുന്ന ഈ ബേസ് പ്ലേറ്റ് കണ്ടോ, ഇത് ഡിറ്റാച്ചബിൾ ആണ്, ഇത് സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഊരി മാറ്റാവുന്നതാണ്. ദെൻ ഒരു കോളറുണ്ട്. നമ്മൾ ലോഡ് കൊടുക്കുമ്പം ഈ എന്താണ് സോയിലിൽ ഡയറക്റ്റ് വന്ന് വീഴാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോളർ അറ്റാച്ച് ചെയ്യുന്നത്. അതായത് വേറെ ഈ സൈഡിലൊന്നും കൊള്ളാതെ, ഈ മൗൾഡിൻ്റെ സൈഡിലൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോളർ കൊടുക്കുക. കോളറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 60 mm ആണ്, ഡയമീറ്റർ എന്ന് പറയുന്നത് 100 mm തന്നെയായിരിക്കും. പിന്നെ നമ്മൾ ഇതിന് ഈ ലോഡ് കൊടുക്കാൻ യൂസ് ചെയ്യുന്ന റാമറാണിത്. ഈ റാമറിൻ്റെ ഡയമീറ്റർ 50 mm ആണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 382 ആണ്. ഓക്കെ, ഇത്രയാണ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുക. ദെൻ ഇനി ഈ ഹാമറിന് യൂഷ്വലി ഉള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 310 ആണ്. അല്ലെങ്കിൽ ഹാമറിൻ്റെ മാസ് എന്ന് പറയുന്നത് 2.6ഉം ഈ ഹാമർ നമ്മൾ സോയിലിലേക്ക് ലോഡ് കൊടുക്കുന്നത്, നമ്മൾ ഇതിങ്ങനെ റാമർ എടുത്തിട്ട് ഇങ്ങനെ വിട്ട് കഴിയുമ്പം 310 mm നിന്ന് ഫ്രീ ഫോൾ ആയിട്ട് ഒരു ബോഡി വന്ന് വീണ് കഴിഞ്ഞാൽ എന്താണോ അതിൻ്റെ ഇഫക്റ്റ്, ആ രീതിയിലാണ് നമ്മൾ ഈ ഹാമറിനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഹാമറിൻ്റെ വെയിറ്റ് 2.6 കിലോഗ്രാമും അത് ഫ്രീ ഫോൾ ചെയ്യുന്ന ഹൈറ്റ്, അല്ലെങ്കിൽ അതിങ്ങനെ പൊക്കിയിട്ട് താത്തി വിടുമ്പോൾ ഉള്ള ആ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 310 mm ഫ്രീ ഫോൾ ഹൈറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ഡയമീറ്റർ ഓൾറെഡി പറഞ്ഞു 50 mm ആണ്. ഇനി പ്രൊസീജിയർ പറയാം. നമ്മൾ ഹെവി കോമ്പാക്ഷനും ലൈറ്റ് കോമ്പാക്ഷനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ഹാമറാണ്. ഈ ഹാമറിലുള്ള വ്യത്യാസമാണ് മെയിനായിട്ട് ഹെവി കോമ്പാക്ഷനും ലൈറ്റ് കോമ്പാക്ഷനും ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന സോയിലിൻ്റെ എമൗണ്ടിലും. ഇതാണ് മെയിനായിട്ട് ഈ രണ്ട് എക്സ്പെരിമെൻറ്റിലുള്ള ഡിഫറൻസ്. ബാക്കി ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം സെയിം ആണ്. ഇനി പ്രൊസീജിയർ പറയാം. 3 കിലോഗ്രാം സോയിൽ എടുക്കും. ലൈറ്റ് കോമ്പാക്ഷന് നമ്മൾ 3 കിലോഗ്രാം സോയിൽ എടുക്കും. അതെങ്ങനെ എടുക്കണം, 4.75 mm സീവിലൂടെ പാസ് ചെയ്ത് വരുന്ന 3 കിലോ സോയിൽ എടുക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് എമൗണ്ട് വാട്ടർ ആ സോയിലിലേക്ക് ആഡ് ചെയ്യണം. നമ്മൾ എടുക്കുന്ന സോയിലിൽ കോഴ്സ് ഗ്രെയിൻഡ് പാർട്ടിക്കിൾസ് ആണ് കൂടുതലെങ്കിൽ എടുക്കുന്ന സോയിലിൻ്റെ 4% എമൗണ്ട് വാട്ടർ വേണം ആഡ് ചെയ്യാൻ. ഇനി ഫൈൻ ഗ്രെയിൻഡ് പാർട്ടിക്കിൾസ് ആണ് ആ സോയിൽ സാമ്പിളിൽ കൂടുതലെങ്കിൽ 8% വാട്ടർ കണ്ടന്റ് വേണം നമ്മൾ ആഡ് ചെയ്യാൻ. അപ്പം 3 കിലോ സോയിൽ എടുത്തു, ഫൈൻ ആണോ കോഴ്സ് ആണോ എന്ന് നോക്കിയിട്ട് എടുത്ത സോയിലിൻ്റെ 3%, 8% എന്ത് ചെയ്യണം, വാട്ടർ ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് നന്നായിട്ട് എന്ത് ചെയ്യുക, സോയിൽ മിക്സ് ചെയ്യണം. അതിനുശേഷം ഈ മൗൾഡ് നമ്മൾ നന്നായി ക്ലീൻ ചെയ്യണം. മുകളിൽ കാണിച്ചിരിക്കുന്ന ഈ മൗൾഡ്, ഓക്കെ, ഇത് നന്നായി ക്ലീൻ ചെയ്യണം. ഇതിൽ ഗ്രീസ് എല്ലാം തേച്ച് നമ്മൾ സോയിൽ നമുക്ക് ഡിറ്റാച്ച് ചെയ്ത് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രീസ് എല്ലാം തേച്ച് നമ്മൾ ഫിക്സ് ചെയ്ത് വയ്ക്കും. അതിനുശേഷം മൗൾഡ്, ഈ മൗൾഡ് മാത്രം എന്ത് ചെയ്യും, വിത്തൗട്ട് കോളർ ഇല്ലാതെ ബ്ലേസ് പ്ലേറ്റും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യും, ഈ മൗൾഡിൻ്റെ മാത്രം മാസ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യും. അതിനുശേഷം ബേസ് പ്ലേറ്റും വയ്ക്കും, കോളറും വയ്ക്കും. എന്നിട്ട് ഈ 3 കിലോ സോയിൽ നമ്മൾ റിക്വയർഡ് എമൗണ്ട് ഓഫ് വാട്ടർ വെച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈക്വൽ പോർഷൻസ് ആയിട്ട് 3 ഈക്വൽ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ ലെയറും
ഈ 3 ഈക്വൽ പോർഷനായി ഡിവൈഡ് ചെയ്ത് എന്നിട്ട് അതിലൊരു പോർഷൻ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, മൗൾഡിൽ ഫില്ല് ചെയ്യും. ഓരോ ലെയറും 25 നമ്പർ ഓഫ് ബ്ലോസ് കൊടുത്ത് ആ റാമർ വെച്ചിട്ട് നമ്മൾ കോമ്പാക്ട് ചെയ്യും. 25 നമ്പർ ഓഫ് ബ്ലോസ് കൊടുത്തുകൊണ്ട് ഓരോ ലെയറും നമ്മൾ എന്ത് ചെയ്യും, റാമർ ചെയ്യും അല്ലെങ്കിൽ കോമ്പാക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ 25 നമ്പർ ഓഫ് ബ്ലോസ് കൊടുക്കുമ്പം ആ റാമർ വന്ന് വീഴുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 310 mm ഹൈറ്റിൽ നിന്നുള്ള ഫ്രീ ഫോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണോ വരുന്നത് ആ രീതിയിലേക്കായിരിക്കും ആ സോയിലിലേക്ക് ലോഡ് വരിക. അതിനുശേഷം 3 ലെയറും അങ്ങനെ നമ്മൾ 25 നമ്പർ ഓഫ് ബ്ലോസ്, ഓരോ ലെയറിനും 25 നമ്പർ ഓഫ് ബ്ലോസ് കൊടുത്ത് ഹൈലി എന്ത് ചെയ്യും, കോമ്പാക്ട് ചെയ്യും. കോമ്പാക്ട് ചെയ്തതിന് ശേഷം കോളർ റിമൂവ് ചെയ്യും. എക്സസ് ഓയിൽ ഉണ്ടെങ്കിൽ അതിനെ ട്രിം ചെയ്യും. എന്നിട്ട് ഈ മൗൾഡ് കൊണ്ടുപോയി ബേസ് പ്ലേറ്റോട് കൂടി നമ്മൾ എന്ത് ചെയ്യും, മൗൾഡിനെ വേ ചെയ്യും. അതിനുശേഷം കുറച്ച് സാമ്പിൾ എടുത്ത് വാട്ടർ കണ്ടന്റ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓവൻ ഡ്രൈയിൽ വെക്കണം. എന്നിട്ട് നമ്മൾ വാട്ടർ കണ്ടന്റ് ആ സാമ്പിളിൻ്റെ മെഷർ ചെയ്യും. അതിനുശേഷം ഈ സാമ്പിളിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാം. നമ്മളെടുത്ത സോയിൽ സാമ്പിളിൻ്റെ ബൾക്ക് ഡെൻസിറ്റി കാണാം. അത് കാണാനുള്ള ഇക്വേഷനാണ് മാസ് ഓഫ് കോമ്പാക്റ്റഡ് സോയിൽ. ആ മൗൾഡിൽ കോമ്പാക്ട് ചെയ്ത് സോയിലിൻ്റെ മാസ് നമുക്ക് കിട്ടും. മൗൾഡിൻ്റെ മാസ് അറിയാം, കോമ്പാക്ട് സോയിലും മൗൾഡും കൂടെ ഉള്ള മാസ് അറിയാം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ എന്ത് കിട്ടും, കോമ്പാക്റ്റഡ് സോയിലിൻ്റെ മാസ് കിട്ടും. അത് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി മൗൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ബൾക്ക് ഡെൻസിറ്റി കിട്ടും. ആ ബൾക്ക് ഡെൻസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ റോ ഡി നമുക്ക് കാണാം, റോ ബൈ 1+W. ഒരു എമൗണ്ട് വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ വാട്ടർ കണ്ടന്റ് വെച്ചിട്ട് ഗിവൺ സോയിലിൻ്റെ ഡ്രൈ ഡെൻസിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ സെയിം സോയിൽ തന്നെ എന്ത് ചെയ്യണം, വീണ്ടും ഒരു 2% കൂടെ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ പ്രോസസ്സ് എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. എപ്പോൾ വരെ റിപ്പീറ്റ് ചെയ്യണം, എപ്പോഴാണോ ഈ വെയിറ്റ്, നമ്മൾ എടുക്കുന്ന ഈ വെയിറ്റ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് സഡൻലി ഡ്രോപ്പ് ചെയ്യുന്നത്, ആ ഒരു പോയിന്റ് വരെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. അതിനുശേഷം നമുക്ക് കിട്ടുന്ന വാല്യൂ, നമ്മൾ മെയിൻലി കാണുന്നത് ഡ്രൈ ഡെൻസിറ്റിയാണ്. ഡ്രൈ ഡെൻസിറ്റി ആ ഓരോ പെർസെൻറ്റേജ് വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡ്രൈ ഡെൻസിറ്റി ആയിരിക്കും നമ്മൾ മെഷർ ചെയ്യുക. അത് മെഷർ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് രണ്ടും കൂടെ ഒരു ഗ്രാഫ് വരയ്ക്കും. ആ ഗ്രാഫിനെ നമ്മൾ കോമ്പാക്ഷൻ കർവ് എന്ന് പറയും. ഓക്കെ, ഇതാണ് കോമ്പാക്ഷൻ കർവ്. ഓരോ പെർസെൻറ്റേജ് വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്തു, ആ വാട്ടർ കണ്ടന്റ് കറസ്പോണ്ടിങ് ഉള്ള ഡ്രൈ ഡെൻസിറ്റി കിട്ടും. എക്സ് ആക്സിസിൽ വാട്ടർ കണ്ടന്റും വൈ ആക്സിസിൽ ഡ്രൈ ഡെൻസിറ്റി മാർക്ക് ചെയ്യും. അതിനുശേഷം പോയിന്റ്സ് പ്ലോട്ട് ചെയ്യും, ഒരു കർവ് കിട്ടും. ആ കർവ് ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ കോമ്പാക്ഷൻ കർവ് എന്ന് പറയാം. ഓക്കെ, ഈ കോമ്പാക്ഷൻ കർവ് നോക്കി കഴിയുമ്പം നമുക്ക് മനസ്സിലാവും 2 പോയിന്റ്. ഏതോ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എന്താണ്, മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ആണ്. ആ മാക്സിമം ഡ്രൈ ഡെൻസിറ്റിക്ക് കറസ്പോണ്ടിങ് ഉള്ള വാട്ടർ കണ്ടന്റിനെ നമ്മൾ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയും. ഏത് വാട്ടർ കണ്ടന്റിനാണോ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി കിട്ടുന്നത്, ആ വാട്ടർ കണ്ടന്റിനെ നമ്മൾ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയും. അതിനുശേഷം വാട്ടർ കണ്ടന്റ് എത്ര കൂടി കൊടുത്താലും ഡെൻസിറ്റി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അതിനെയാണ് നമ്മൾ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി അല്ലെങ്കിൽ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയാം. ഓക്കെ, ഇനി ഇതൊരു പല ടൈപ്പ് സോയിലിന് ഏതാണ് യൂഷ്വലി വരുന്ന ഒപ്റ്റിമം വാട്ടർ കണ്ടന്റ് എന്നാണ് പറയുന്നത്. സാൻഡിന് 6-നും 10-നും ഇടയ്ക്കായിരിക്കും. സാൻഡി സിൽട്ടിനാണെങ്കിൽ 8-നും 12-നും ഇടയ്ക്കായിരിക്കും. സിൽട്ടിനാണെങ്കിൽ 12-നും 16-നും ഇടയ്ക്കായിരിക്കും. ക്ലേ ആണെങ്കിൽ 14-നും 20-ക്കും ഇടയ്ക്കായിരിക്കും. യൂഷ്വലി ആ റേഞ്ചിലാണ് കാണാറുള്ളത്. ഇനി പറയാൻ പോണത് ഈ കോമ്പാക്ഷൻ കർവിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. കോമ്പാക്ഷൻ കർവ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടർ കണ്ടന്റും ഡ്രൈ ഡെൻസിറ്റിയും കൂടെ റിലേഷൻ കാണിക്കുന്ന കർവിനെയാണ് കോമ്പാക്ഷൻ കർവ് എന്ന് പറയുക. ആ കോമ്പാക്ഷൻ കർവിൽ ഏത് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ഉള്ള വാട്ടർ കണ്ടന്റിനെയാണ് നമ്മൾ എന്ത് പറയും, ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയും. ഇനി ഒരു ഗിവൺ വാട്ടർ കണ്ടന്റ്, നമ്മളൊരു എമൗണ്ട് വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്തു. അങ്ങനെ എമൗണ്ട് വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു എയർ വോയിഡ്സും ഇല്ല. ഓക്കെ, ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ വാട്ടർ കണ്ടന്റ് ആ സോയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം അവിടെ ഒരു എയർ വോയിഡ്സും ഇല്ല. അതായത് 100% സാച്ചുറേഷൻ ആണെന്ന് വിചാരിക്കാം. 100% സാച്ചുറേഷൻ ആയിട്ടുള്ള ആ സോയിലിൻ്റെ മാക്സിമം ഡെൻസിറ്റിനെ നമ്മൾ പറയും തിയററ്റിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി.
ഒരു എമൗണ്ട് വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്തപ്പം ആ സോയിൽ എന്ത് ചെയ്തു, ഒരു എയർ വോയിഡ്സും ഇല്ല. അതായത് 100% സാച്ചുറേഷൻ ആ സോയിൽ സാമ്പിൾ അച്ചീവ് ചെയ്തു. അപ്പം ഏതൊരു വാട്ടർ കണ്ടന്റിനാണോ 100% സാച്ചുറേഷൻ അച്ചീവ് ചെയ്തത് അപ്പോഴുള്ള മാക്സിമം ഡെൻസിറ്റിനെ നമ്മൾ എന്ത് പറയും, തിയററ്റിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയും. ഓക്കെ, അങ്ങനെ തിയററ്റിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയും. തിയററ്റിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയും. ഇതെങ്ങനെ കിട്ടണമെന്നാണ് പറയണത്. ഡ്രൈ ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, റോ ബൈ 1+W ആണ്. ആ റോയെ ഞാൻ മാറ്റി എഴുതി G(ρW) എന്ന്. ഇതെല്ലാവർക്കും മനസ്സിലായോ? മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഇതുവരെ പറഞ്ഞത് മനസ്സിലായോ? ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റ്, കോമ്പാക്ഷൻ കർവ് ഓക്കെ ആണോ? ഹലോ, മനസ്സിലായി. ഓക്കെ. ഇനി അടുത്തത് പറയുന്നത് പറഞ്ഞു, ഒരു വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്ത് കഴിയുമ്പം എയർ വോയിഡ്സ് എല്ലാം പോകും, അല്ലെങ്കിൽ 100% സാച്ചുറേഷൻ ആയിരിക്കും. അപ്പോഴുള്ള മാക്സിമം ഡെൻസിറ്റിനെ നമ്മൾ എന്ത് പറയും, തിയററ്റിക്കൽ മാക്സിമം ഡെൻസിറ്റി അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയും. ഇനി അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നാണ് പറയണേ. ഡ്രൈ ഡെൻസിറ്റി നമുക്കറിയാം, റോ ഡി എന്ന് പറഞ്ഞാൽ G(ρW)/1+E. ഇത് വന്ന എങ്ങനെയാണ്, നമുക്കിത് ഈ ഇക്വേഷൻ അറിയാം. റോ ഡി ഈക്വൽ ടു റോ ബൈ 1+W ആണ്. ഈ റോയെ നമുക്ക് എങ്ങനെ എഴുതാം ഇൻ ടേംസ് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി? G(ρW) എന്ന് എഴുതാം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത് G(ρW). ഓക്കെ, ഈ ഡെൻസിറ്റീനെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ടേംസിലേക്ക് മാറ്റി എഴുതിയതാണ്. ദെൻ അപ്പം റോ ഡി ഈസ് ഈക്വൽ ടു G(ρW)/1+E എന്ന് കിട്ടും. ദെൻ നമുക്കറിയാം വോയിഡ് റേഷ്യോ ഇ എന്ന് പറയുന്ന വാല്യൂ, ഇ എന്ന് പറയുന്നത് ദെൻ നമുക്കറിയാം വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇ ഈക്വൽ ടു W(G/S) ആണ്. അപ്പം നമുക്ക് ഈ ഇനെ എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്യുന്നു W(G/S) എന്ന്. തിയററ്റിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ആകുമ്പോൾ എന്താണ്, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 100% ആണ്. അപ്പോൾ തിയററ്റിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി എന്ത് വരും, G(ρW)/1+W(G). അപ്പം നമ്മളോട് ചോദിക്കുവാണ്, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ സ്പെസിഫിക് ഗ്രാവിറ്റി വാട്ടർ കണ്ടന്റും ഒക്കെ തന്നിട്ട് നമ്മളോട് പറയാണ് ഫൈൻഡ് ദി തിയററ്റിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി. അപ്പോൾ തിയററ്റിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ആണ് ചോദിക്കണമെങ്കിൽ എപ്പോഴും ഓർക്കാം ആ പോയിന്റിൽ എന്തായിരിക്കും, 100% സാച്ചുറേഷൻ ആയിരിക്കും. അപ്പോൾ ഡ്രൈ ഡെൻസിറ്റി എങ്ങനെ കാണാം, G(ρW)/1+W(G). ഈക്വേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്ത് വയ്ക്കാം. ദെൻ ഇനി അടുത്തത് കോമ്പാക്ഷൻ മെത്തേഡ്. നമുക്ക് ഒരു കോമ്പാക്ഷൻ നമ്മൾ ചെയ്യുമ്പം ഒരിക്കലും എയർ വോയിഡ്സ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യില്ല. ഓക്കെ, ഇതൊരു തിയററ്റിക്കൽ കൺസെപ്റ്റ് മാത്രമാണ്. നമ്മുടെ തിയററ്റിക്കൽ ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിയററ്റിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു തിയറി ബേസ്ഡ് മാത്രമായ ഒരു സംഭവമാണ്. പക്ഷെ ആക്ച്വൽ പ്രാക്ടിക്കൽ കേസിൽ വരുമ്പം ഒരിക്കലും എന്താണ് 100% സാച്ചുറേഷൻ അല്ലെങ്കിൽ 0 എയർ വോയിഡ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവില്ല. അത് എപ്പോഴും മൈൻഡിലിടാം. നമുക്ക് തിയററ്റിക്കലി മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്, തിയററ്റിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി അല്ലെങ്കിൽ 100% സാച്ചുറേഷൻ ആകുമ്പോഴുള്ള മാക്സിമം ഡ്രൈ ഡെൻസിറ്റി. ഒരിക്കലും പ്രാക്ടിക്കൽ സ്റ്റേറ്റിൽ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ പോസിബിൾ അല്ല. അപ്പം നമുക്കിപ്പോൾ പ്രാക്ടിക്കൽ കേസിൽ ഒരിക്കലും നമുക്കത് പോസിബിൾ അല്ല. നമുക്ക് പറയുമ്പോൾ പറയാം, നമുക്ക് ഇപ്പോൾ തിയററ്റിക്കൽ ആസ്പെക്റ്റിൽ പറയുമ്പോൾ നമ്മൾ 100% സാച്ചുറേഷന് നമ്മൾ എന്ത് ചെയ്തു, തിയററ്റിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിച്ചു. അപ്പം അങ്ങനെ 100% സാച്ചുറേഷനിൽ നമ്മൾ തിയററ്റിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റീസ് എല്ലാം കൂടെ പ്ലോട്ട് ചെയ്യുവാണ് എങ്കിൽ ആ ലൈനിനെ നമ്മൾ പറയും 0 എയർ വോയിഡ് ലൈൻ അല്ലെങ്കിൽ 100% സാച്ചുറേഷൻ ലൈൻ.
അതായത് the line indicating the theoretical maximum dry density can be plotted along compaction curve is known as zero air void line. അതായത് ഈ കോമ്പാക്ഷൻ കർവ് നോക്കാം, കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ കോമ്പാക്ഷൻ കർവ്. ഈ കോമ്പാക്ഷൻ കർവിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് എന്ത്? കോമ്പാക്ഷൻ കർവ് എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്ന സാധനമാണ് കോമ്പാക്ഷൻ കർവ്. അതുകൂടാതെ ഇവിടെ ഒരു ലൈൻ ഉണ്ട്, കണ്ടോ? ഈ ലൈനെ നമ്മൾ സീറോ എയർ വോയിഡ് ലൈൻ എന്ന് പറയും. അത് എങ്ങനെ കിട്ടണേന്ന് വെച്ചാൽ ഓരോ വാട്ടർ കണ്ടന്റും നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഡെൻസിറ്റീസ് കിട്ടിയത്. അതുപോലെ തന്നെ 100% സാച്ചുറേഷൻ ആകുമ്പോൾ ഉള്ള ഡ്രൈ ഡെൻസിറ്റി, ഓക്കെ, 100% സാച്ചുറേഷൻ ഉള്ളപ്പോൾ ഉള്ള ഡ്രൈ ഡെൻസിറ്റിയുടെ വാല്യൂസ് എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞ് നമ്മളൊരു ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ കിട്ടുന്ന കർവിനെ നമ്മൾ പറയും സീറോ എയർ വോയിഡ് ലൈൻ അല്ലെങ്കിൽ 100% സാച്ചുറേഷൻ ലൈൻ. അപ്പം കോമ്പാക്ഷൻ കർവിൽ പറയാം, ഇതല്ലേ നമ്മൾക്ക് ഡ്രൈ ഡെൻസിറ്റി കിട്ടും, മാക്സിമം തിയറട്ടിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഇല്ലേ? തിയറട്ടിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞത് മനസ്സിലായോ? ഒരു പർട്ടിക്കുലർ വാട്ടർ കണ്ടന്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിനകത്ത് എയർ വോയിഡ്സ് ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ 100% സാച്ചുറേഷൻ അച്ചീവ് ചെയ്യും. ആ വാട്ടർ കണ്ടന്റിന് കറസ്പോണ്ടിങ് ഉള്ള മാക്സിമം ഡ്രൈ ഡെൻസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? തിയറട്ടിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി. ഇപ്പം ഈ തിയറട്ടിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? താഴെ നമ്മളൊരു ഇക്വേഷൻ ഉണ്ട്, ഇതാണ് ഇത്, G rho W by 1 plus W into G. ഓക്കെ, 100% സാച്ചുറേഷന് കറസ്പോണ്ടിങ് ഉള്ള തിയറട്ടിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണിത്. നമ്മൾ ആ സോയിലിൽ കോമ്പാക്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പം ഓരോ എമൗണ്ട് വാട്ടർ കണ്ടന്റും ആഡ് ചെയ്യുന്നുണ്ട്. 10% ആകും, പിന്നെ 12 ആകും, പിന്നെ ഒരു 14 ആവും, 16 ആവും, അങ്ങനെ ഡിഫറെൻറ്റ് പെർസെൻറ്റേജ് വാട്ടർ കണ്ടന്റിനാണ് നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുക. നമ്മൾ അങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്ത് പല വാട്ടർ കണ്ടന്റിനുള്ള തിയറട്ടിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി കിട്ടും. അപ്പോഴും എന്താണ്? 100% സാച്ചുറേഷൻ ആണ്. ആ സോയിൽ 100% സാച്ചുറേഷൻ ആണ്. പല വാട്ടർ കണ്ടന്റിനുള്ള തിയറട്ടിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി നമുക്ക് വാല്യൂസ് കിട്ടും. അതെല്ലാം കൂടെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ലൈനാണ് സീറോ എയർ വോയിഡ് ലൈൻ. നമ്മൾ കണ്ടുപിടിച്ച, നമുക്ക് താഴെ പ്രോബ്ലം ഉണ്ട്, പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓരോ വാട്ടർ കണ്ടന്റിനും കറസ്പോണ്ടിങ് ഉള്ള തിയറട്ടിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയുടെ വാല്യൂസ് എല്ലാം കൂടെ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈനാണ് സീറോ എയർ വോയിഡ് ലൈൻ. ഓക്കെ, ഇനി ഈ രണ്ട് കാര്യങ്ങളാണ് കോമ്പാക്ഷൻ കർവിലുള്ളത്. ഇനി നമുക്ക് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ഈ 100% സാച്ചുറേഷൻ എന്ന് പറയണേക്കാളും നല്ലത്, അല്ലെങ്കിൽ 90%, 10%, 80% സാച്ചുറേഷൻ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഈ സാച്ചുറേഷൻ 90% അല്ലെങ്കിൽ 100% ശരിക്കും എന്താ മീൻ ചെയ്യുക? 100% ആണ് സാച്ചുറേഷൻ എങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? അവിടെ ഒരു വോയിഡ്സും ഇല്ല എന്നാണ് മീനിങ്. ഓക്കെ, 80% ആണ് സാച്ചുറേഷൻ, അതിൻ്റെ മീനിങ് എന്താ? തന്നിരിക്കുന്ന ഗിവൺ സാമ്പിള് 80% സാച്ചുറേറ്റഡ് ആണ്, ബാക്കി 20% എന്തുണ്ട്? പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് ഉണ്ട്. കൺസെപ്റ്റ് മനസ്സിലായോ? 100% സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എയർ വോയിഡ്സും ഇല്ല. അതെല്ലാം കൂടെ പ്ലോട്ട് ചെയ്യുന്ന ലൈനാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം ഡ്രൈ ഡെൻസിറ്റീസ് പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സീറോ എയർ വോയിഡ് ലൈൻ. ഇനി അതിനെ നമുക്ക് വേറൊരു രീതിയിലും പറയാം. എങ്ങനെ? പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് എത്രയായിരിക്കും? 100% സാച്ചുറേഷൻ ആണെങ്കിൽ എയർ വോയിഡ് എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും? 0%. അതുകൊണ്ടാണ് അതിനെ സീറോ എയർ വോയിഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സാച്ചുറേഷൻ കൂടാതെ നമുക്ക് ഇതിനെ വേറൊരു രീതിയിലും പറയാം, പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സിന്റെ ടേംസിലും പറയാം. അപ്പം നമുക്ക് ഡ്രൈ ഡെൻസിറ്റിയും പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡും തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. അപ്പം തിയറട്ടിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ആണെങ്കിൽ നമുക്ക് എന്താണ്? ഈ എൻഎയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ റോഡി എന്ത് തന്നെ വരും? G rho W by 1 plus W into G. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? സീറോ എയർ വോയിഡ് ലൈൻ അല്ലെങ്കിൽ 100% സാച്ചുറേഷൻ ലൈൻ. ക്ലിയർ ആയോ? ഇനി ഇതിന് നമുക്ക് വേറൊരു രീതിയിലും പറയാം. ഇങ്ങനെ പല വാല്യൂവിന്, പല പെർസെൻറ്റേജ് ഓഫ് വോയിഡ്സിന് നമുക്ക് എന്ത് ചെയ്യാം? ലൈൻസ് പ്ലോട്ട് ചെയ്യാം. നമ്മളോട് പറയുകയാണ് ഒരു ക്വസ്റ്റ്യനിൽ എയർ വോയിഡ് 10%, 20%, 30% ഒക്കെ ആണെന്ന്.
അങ്ങനെയാണെങ്കിൽ 10% ആണെന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് ഈ തിയറട്ടിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റിനെ എങ്ങനെ പറയാം? ഈ 1 - NA എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇല്ലേ, ഇത് തൊട്ട് മുകളിലത്തെ ഇക്വേഷൻ ഇത് കണ്ടോ, 1 - NA × G rho W / 1 + W × G. അതിൽ നമ്മളോട് പറയാണ് 10% ആണ് നമുക്ക് തന്നിരിക്കുന്ന സോയിൽ സാമ്പിളിലെ പെർസെൻറ്റേജ് വോയിഡ്സ്. അപ്പോൾ 10% വോയിഡ് ആണ് എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 - 10% എന്ന് എഴുതാം. അതുകൊണ്ട് എന്ത് എഴുതാം? ഡ്രൈ ഡെൻസിറ്റി 0.9 × G rho W / 1 + W × G. ഇത് എന്ത് ഡ്രൈ ഡെൻസിറ്റി ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക? 10% എയർ വോയിഡിനുള്ള കറസ്പോണ്ടിങ് ഡ്രൈ ഡെൻസിറ്റീസ് ആയിരിക്കും ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അല്ലെങ്കിൽ 90% സാച്ചുറേഷന് കറസ്പോണ്ടിങ് ഉള്ള തിയറട്ടിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി. അങ്ങനെ ഏത് പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സിന് വേണ്ട ഡ്രൈ ഡെൻസിറ്റിയും നമുക്ക് എന്ത് ചെയ്യാം? ആ കോമ്പാക്ഷൻ കർവിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കോമ്പാക്ഷൻ കർവ്, സീറോ എയർ വോയിഡ് ലൈൻ എങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ളത്. ഓക്കെ ആണോ? ഞാൻ പ്രോബ്ലം ചെയ്യും. ഒരു പ്രോബ്ലം ഉണ്ട് ഇതിൽ. ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവുമായിരിക്കും. ഓക്കെ, അടുത്തത് ഇനി പറയുന്നത് ഹെവി കോമ്പാക്ഷൻ ആണ്. ഹെവി കോമ്പാക്ഷന് ശരിക്കും നമ്മൾ സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റിനെ ഒന്ന് മോഡിഫൈഡ് ചെയ്തിട്ടുള്ള വേർഷനാണ് ഹെവി കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മൾ ഹെവി റോളേഴ്സ്, വലിയ റോളേഴ്സ് വെച്ചിട്ട് കോമ്പാക്ഷൻ ചെയ്യുമ്പോഴാണ് ഹെവി കോമ്പാക്ഷൻ അല്ലെങ്കിൽ മോഡിഫൈഡ് കോമ്പാക്ഷൻ്റെ കണ്ടീഷൻസ് ഫീൽഡിൽ നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. അങ്ങനെയാണ്, ഹെവി റോളേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ഇതിലെ വ്യത്യാസം ഇതാണ്. യൂസ് ചെയ്യുന്ന മൗൾഡ് സെയിം ആണ്. 100 mm ഡയമീറ്ററും 127.3 mm ഹൈറ്റുള്ള മൗൾഡാണ് യൂസ് ചെയ്യുക. പക്ഷേ ഹാമർ, നമ്മൾ യൂസ് ചെയ്യുന്ന ഹാമറിൻ്റെ വെയിറ്റ് വ്യത്യാസമുണ്ട്. 4.89 കിലോഗ്രാമും അത് ഫ്രീ ഫോൾ ചെയ്യുന്ന ഹൈറ്റ് 450ഉമാണ്. ഇതാണ് വ്യത്യാസം. ഹാമറിൻ്റെ മാസ് 4.89, മറ്റേതിൽ 2.96 ആയിരുന്നു. മറ്റേത് ഫ്രീ ഫോൾ ചെയ്യുന്ന ഹൈറ്റ് 310 ആയിരുന്നു. ഹെവി ആവുമ്പം ഹാമറിൻ്റെ മാസ് 4.89ഉം ഫ്രീ ഫോൾ ചെയ്യുന്ന ഹൈറ്റ് 450 mm ആയിരുന്നു. ഓക്കെ, ദെൻ ഇതിൽ ഒരു വ്യത്യാസവും കൂടെ ഉണ്ട്. ലൈറ്റ് കോമ്പാക്ഷന് 3 കിലോഗ്രാം സോയിൽ എടുത്തു 3 ലെയറിലായിരുന്നു ഫില്ല് ചെയ്തത്. ഇവിടെ നമ്മൾ നേരെ തിരിച്ചാണ്, 5 കിലോ സോയിൽ എടുക്കും. ഹെവി കോമ്പാക്ഷന് 5 ലെയേഴ്സ് ആയിട്ടായിരിക്കും നമ്മൾ ഫില്ല് ചെയ്യുക, 25 നമ്പർ ഓഫ് ബ്ലോസ് കൊടുത്ത്. ഇതാണ് ഹെവി കോമ്പാക്ഷനും സ്റ്റാൻഡേർഡ് കോമ്പാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. ബാക്കി ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം സെയിം ആണ്. ഇനി ഇതിൻ്റെ കർവ് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഒരു ഹെവി കോമ്പാക്ഷൻ. ഈ കാണിച്ചിരിക്കുന്ന ആദ്യത്തേതെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പ്രോക്ടർ വെച്ചിട്ടുള്ള കർവാണ് ഈ കർവ്. ഓക്കെ, അടുത്ത ഹെവി കോമ്പാക്ഷൻ വെച്ചിട്ടുള്ളതാണ് ഇത്. ഇതെന്താ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, നമുക്ക് ഹെവി കോമ്പാക്ഷൻ നോക്കിക്കഴിയുമ്പം മാക്സിമം ഡ്രൈ ഡെൻസിറ്റി കൂടും. ഹെവി കോമ്പാക്ഷൻ ആണ് നമ്മളൊരു സോയിലിൽ ചെയ്യുന്നതെങ്കിൽ ഡ്രൈ ഡെൻസിറ്റി സോയിലിൻ്റെ ഇൻക്രീസ് ചെയ്യും. പക്ഷെ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ത് ചെയ്യും? കുറവായിരിക്കും. ലൈറ്റ് കോമ്പാക്ഷന് കിട്ടിയേക്കാളും ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് കുറവായിരിക്കും എന്ത്? ഹെവി കോമ്പാക്ഷൻ. ഓക്കെ, അതാണ് ഇതിൻ്റെ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് കോമ്പാക്ഷൻ ഓൺ സാൻഡ് ആണ്. സാൻഡിൽ നമുക്ക് കോമ്പാക്ഷൻ പറ്റുമോ? സോയിലിൽ നമുക്ക് കോമ്പാക്ഷൻ പറ്റും. സാൻഡിൽ നമുക്ക് കോമ്പാക്ഷൻ ചെയ്യാൻ പറ്റുമോ? സാൻഡിൽ നമുക്ക് കോമ്പാക്ഷൻ ചെയ്യാൻ പറ്റുമോ? വെള്ളം ഒഴിച്ചു. സാൻഡിൽ നമ്മൾ വെള്ളം ഒഴിച്ചു. സാൻഡിൽ വെള്ളം ഒഴിക്കുമ്പം എന്താ സംഭവിക്കണം? അതിന്റെ ഡെൻസിറ്റി കൂടുമോ കുറയോ? ഡ്രൈ ഡെൻസിറ്റി കൂടുമോ കുറയോ? ആദ്യം കുറഞ്ഞിട്ട് പിന്നെ സബ്മെർജ് ചെയ്യുമ്പോൾ മാക്സിമം ആവില്ലേ? ഡ്രൈ ഡെൻസിറ്റി ആണ് ഞാൻ ചോദിച്ചത്. നമ്മൾ ഇനി പറയാം. സാൻഡിൽ നമുക്ക് ഒരു വാട്ടർ കണ്ടന്റും ഡ്രൈ ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ അത്ര വെൽ ക്ലാരിഫൈഡ് ആയിട്ട് നമുക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജനറലി എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഡ്രൈ ഡെൻസിറ്റി നമ്മൾ ഇപ്പോൾ സാൻഡിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്നു വിചാരിച്ചോ. വാട്ടർ ആഡ് കഴിയുമ്പം ഡ്രൈ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു വെച്ചാൽ കുറഞ്ഞു പോകും. സോയിലിൻ്റെ ഡ്രൈ ഡെൻസിറ്റി കുറഞ്ഞു പോകും. പക്ഷെ എന്ത് ചെയ്യും? വാട്ടർ കണ്ടന്റ് കൂടിക്കൊണ്ടേയിരിക്കും. അതെന്തുകൊണ്ടായിരിക്കും? ക്യാപ്പിലറി ടെൻഷൻ വഴി. ഈ സാൻഡിനകത്ത് എന്താ? കുറേ പോർസ് ആണ്. അപ്പോൾ ആ പോർ ശരിക്കും എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു ക്യാപ്പിലറി ബിഹേവിയർ ഫോം ചെയ്യും.
ആ കാപ്പിലറി ആക്ഷൻ കൊണ്ട് എന്ത് സംഭവിക്കും? ഡ്രൈ ഡെൻസിറ്റി കുറഞ്ഞു വരികയും വാട്ടർ കണ്ടന്റ് അതിനകത്ത് കൂടി വരികയും ചെയ്യും. അപ്പം ഈ കാപ്പിലറി ആക്ഷൻ വരുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ സാൻഡിന് ബൾക്കിംഗ് എന്ന് പറഞ്ഞ ഫിനോമിനൻ സംഭവിക്കും. അതായത് അതിൻ്റെ വോളിയം കൂടാൻ തുടങ്ങും. വോളിയം കൂടുമ്പോൾ ആക്ച്വലി ഡെൻസിറ്റിക്ക് എന്താ സംഭവിക്കണേ? കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഡ്രൈ ഡെൻസിറ്റി കുറഞ്ഞു പോകുന്നത്. ക്ലിയർ ആയോ? സാൻഡിനകത്ത് നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കൊണ്ടേയിരിക്കും എന്ന് വിചാരിച്ചോ. അപ്പം അതിൻ്റെ ഡ്രൈ ഡെൻസിറ്റി കുറഞ്ഞു പോകും. എങ്ങനെയാണ് കുറഞ്ഞു പോകുന്നത്? ക്യാപ്പിലറി സോണാണ്. സാൻഡിനകത്ത് ശരിക്കും പോറുകളാണ്, പോർസ് ആണ്. ആ പോർസിൽ വാട്ടർ ചെല്ലും തോറും എന്താണ്? ഒരു ക്യാപ്പിലറി ടെൻഷൻ പ്രോസസ്സാണ്, അല്ലെങ്കിൽ ക്യാപ്പിലറി ആക്ഷൻ ആണ് അതിനകത്ത് നടക്കുക. അപ്പം അങ്ങനെ ക്യാപ്പിലറി ആക്ഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ക്യാപ്പിലറി ബിഹേവിയർ കൊണ്ട് സാൻഡ് എന്ത് ചെയ്യും? ബൾക്ക് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വോളിയം ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. വോളിയം ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൻസിറ്റിക്ക് എന്ത് സംഭവിക്കും? കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഡ്രൈ ഡെൻസിറ്റി സാൻഡിന് വാട്ടർ കണ്ടന്റ് കൂടിയാലും കുറഞ്ഞു പോകുന്നത്. ബൾക്കിംഗ് എന്ന് പറയുന്ന ഫിനോമിനൻ കൊണ്ടാണ് വാട്ടർ കണ്ടന്റ് കൂടിയാലും സാൻഡിന് എന്ത് ചെയ്യുന്നത്? ഡ്രൈ ഡെൻസിറ്റി റെഡ്യൂസ് ചെയ്യുന്നത്. ഇനി സാൻഡ് യൂഷ്വലി ഇതാണ് കർവ്, കാണിച്ചു തരാം. ഒരു സാൻഡിൽ നമ്മൾ കോമ്പാക്ഷൻ കർവ് അല്ലെങ്കിൽ കോഷൻലെസ് സോയിൽ ഒരു കോമ്പാക്ഷൻ ടെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടാണിത്. അപ്പം ആദ്യം തന്നെ അത് എയർ ഡ്രൈ ആണ്, വാട്ടർ ഒന്നുമില്ല. പിന്നെ വാട്ടർ ആഡ് ചെയ്ത് എന്ത് വരും? ഒരു 4 to 4 to 5% ആയി കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും? അതിൻ്റെ വോളിയം ഭയങ്കരമായി കൂടാൻ തുടങ്ങും. വോളിയം കൂടുമ്പോൾ എന്ത് ചെയ്യും? ഈ ഡ്രൈ ഡെൻസിറ്റി കുറഞ്ഞു. മാക്സിമം ബൾക്കിങ്ങിൽ എന്ത് സംഭവിക്കും? വോളിയം ഭയങ്കര കൂടുതലായിരിക്കും. അവിടെ ഡ്രൈ ഡെൻസിറ്റി എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. പിന്നെയും നമ്മൾ വാട്ടർ കണ്ടന്റ് കൂട്ടി കൊടുത്തെന്ന് വിചാരിച്ചോ. വാട്ടർ കണ്ടന്റ് പിന്നെയും കൂടി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഫുൾ സാച്ചുറേഷൻ വരുന്നൊരു കണ്ടീഷൻ വരും. അതായത് എന്താണ്? വെള്ളം കൂടി നിൽക്കുന്ന കണ്ടീഷൻ വരും. അങ്ങനെ നോക്കി കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും? ഫുൾ സാച്ചുറേഷൻ അച്ചീവ് ചെയ്യുമ്പം ഡ്രൈ ഡെൻസിറ്റി വളരെ അങ്ങ് കൂടും. അപ്പോൾ വോളിയത്തിന് എന്താ സംഭവിച്ചേ? കുറഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ഫുൾ സാച്ചുറേഷൻ ആകുമ്പോഴേക്കും എന്ത് ചെയ്യും? ഡ്രൈ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ഈ രീതിയിലായിരിക്കും സാൻഡിൻ്റെ കോമ്പാക്ഷൻ അച്ചീവ് ചെയ്യുക. ഓക്കെ, അടുത്തതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കോമ്പാക്ഷൻ. കോമ്പാക്ഷൻ്റെ ഫാക്ടേഴ്സ് ആണ്. ആദ്യത്തെയാണ് വാട്ടർ കണ്ടന്റ്. വാട്ടർ കണ്ടന്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേ? ഇനീഷ്യലി എന്ത് ചെയ്യും? വാട്ടർ കണ്ടന്റ് കൂടും തോറും ഡ്രൈ ഡെൻസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഒരു പർട്ടിക്കുലർ എമൗണ്ട് വാട്ടർ കണ്ടന്റ് വരുമ്പോൾ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ആവും. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ഡ്രൈ ഡെൻസിറ്റി കുറഞ്ഞു പോകും. അപ്പം ഒപ്റ്റിമം പോയിന്റ് വരെ, ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് വരെ എന്ത് ചെയ്യും? ഡ്രൈ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ബിയോണ്ട് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ഡ്രൈ ഡെൻസിറ്റി ഡിക്രീസസ്. അതിന് കാരണം ആ വോളിയത്തിൽ വരുന്ന റിഡക്ഷൻ ആണ്. ദെൻ അടുത്തത് ഫാക്ടർ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് കോമ്പാക്ഷൻ. എത്ര എമൗണ്ട് ആണ് കോമ്പാക്ഷൻ? ആക്ച്വലി എമൗണ്ട് ഓഫ് കോമ്പാക്ഷൻ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എത്രത്തോളം കോമ്പാക്ഷൻ അച്ചീവ് ചെയ്തു എന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് കോമ്പാക്ഷൻ കൂടുന്തോറും, നമ്മൾ കോമ്പാക്ട് ചെയ്യുന്ന കൂടുന്തോറും എന്ത് ചെയ്യും? ഡ്രൈ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ എവിടെ വരെ ഇൻക്രീസ് ചെയ്യുള്ളൂ? ഒപ്റ്റിമം വരെ ഇൻക്രീസ് ചെയ്യുള്ളൂ. ഒപ്റ്റിമത്തിന് ശേഷം എത്ര വാട്ടർ കണ്ടന്റ് കൂടിയാലും എന്ത് ചെയ്യില്ല? ഡ്രൈ ഡെൻസിറ്റി കുറഞ്ഞു പോകും. അതിനർത്ഥം കോമ്പാക്ഷൻ ആ സോയിൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്നാണ്. ഓക്കെ, അപ്പം ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എത്ര നമ്മൾ സോയിൽ കോമ്പാക്ട് ചെയ്ത് വെച്ച് നമ്മൾ ഇടിച്ച് താത്തിക്കൊണ്ടിരുന്നാലും അതിനൊരു മാക്സിമം ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യില്ല? കോമ്പാക്ഷൻ അച്ചീവ് ചെയ്യില്ല. ദെൻ അടുത്തതാണ് ടൈപ്പ് ഓഫ് സോയിൽ. ഓരോ ടൈപ്പ് സോയിലിനും ഓരോരോ എമൗണ്ട് ഓഫ് ഒപ്റ്റിമം വാട്ടർ കണ്ടന്റ് ആണ്. അപ്പം അതുകൊണ്ട് ഓരോ ടൈപ്പ് സോയിലിനും ഓരോരോ കോമ്പാക്ഷൻ കർവായിരിക്കും. അപ്പം ഈ കാണിച്ചിരിക്കുന്ന ഒരു 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിലിനുള്ള കർവാണ്. ഇതിൽ നോക്കിക്കഴിയുമ്പം എല്ലാത്തിനും ഓരോ ടൈപ്പ് സോയിലിനും ഫസ്റ്റ് കർവ് ഇതാണ്. ഇത് വെൽ ഗ്രേഡഡ് സാൻഡ് ആണ്. സാൻഡിൻ്റെ കോമ്പാക്ഷൻ കർവാണ്. ലോ പ്ലാസ്റ്റിക് സിൽട്ട് ആണിത്. മൂന്നാമത്തത് ലോ പ്ലാസ്റ്റിക് ക്ലേ ആണ്. നാലാമത്തത് ഹൈ പ്ലാസ്റ്റിക് ക്ലേ ആണ്. ഈ ഓരോ സോയിലും നോക്കിക്കഴിയുമ്പം ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ഡിഫറെൻ്റ് ആയിരിക്കും.
സോയിലിൻ്റെ പ്രോപ്പർട്ടീസ് കൊണ്ടും സോയിലിൻ്റെ സ്ട്രക്ചർ കൊണ്ടും എന്താണ് ഈ ഓരോ ടൈപ്പ് സോയിലിനും ഓരോരോ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് കോമ്പാക്ഷനിൽ ഡിഫറൻസ് വരുന്നത്. അടുത്തത് മെത്തേഡ് ഓഫ് കോമ്പാക്ഷൻ. നമുക്ക് പല മെത്തേഡ് ഉണ്ട്. നമുക്ക് ഏത് മെത്തേഡ് വേണം എന്നുള്ളത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. നമുക്ക് എന്താണ് ഡ്രൈ ഡെൻസിറ്റി എത്രയാണോ വേണ്ടത്, നമുക്കൊരു ഇത്ര എത്തിക്കണം എന്നുള്ള ഇതുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ഏതൊരു മെത്തേഡ് ഓഫ് കോമ്പാക്ഷൻ വേണമെങ്കിലും നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. അടുത്തൊരു ഫാക്ടർ മെത്തേഡ് ഓഫ് കോമ്പാക്ഷൻ. ലാസ്റ്റ് വൺ അഡ്മിക്സ്ചർ ആണ്. കോമ്പാക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സോയിലിൻ്റെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചില അഡ്മിക്സ്ചേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കും. യൂഷ്വലി നമ്മൾ ആഡ് ചെയ്യുന്നത് ലൈമ്, സിമെൻറ്റ്, ബിറ്റുമെൻ, ഈ 3 കണ്ടൻ്റാണ് ആഡ് ചെയ്യുക അഡ്മിക്സ്ചറായിട്ട്. ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, കോമ്പാക്ഷൻ കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് ആവും. ഇത്രയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കോമ്പാക്ഷൻ. ദെൻ അടുത്തത് ഈ 2 ടോപ്പിക്ക് താഴെ വരുന്നുണ്ട്. പ്ലേസ്മെൻറ്റ് ഓഫ് വാട്ടർ കണ്ടന്റ്. അടുത്തൊരു ടേം ആണത്, ചോദിച്ച് കണ്ടിട്ടുണ്ട്. പ്ലേസ്മെൻറ്റ് ഓഫ് വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ലാബിൽ കോമ്പാക്ഷൻ ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളാണ്. ഓക്കെ, ലാബിൽ കോമ്പാക്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സോയിൽ എത്രയാണോ അതിൻ്റെ ഇത്ര % വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഒരു ഫീൽഡിൽ നമ്മൾ കോമ്പാക്ഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി എത്രയാണോ വാട്ടർ കണ്ടന്റ് അപ്ലൈ ചെയ്യുന്നത്, ഒരു ഫീൽഡിൽ ഒരു സോയിലുണ്ട്, ആ സോയിലിന് കോമ്പാക്ഷൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നേരത്തെ ഒരു മിനിമം വാട്ടർ കണ്ടന്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ആ വാട്ടർ കണ്ടന്റിനെയാണ് നമ്മൾ പറയുക പ്ലേസ്മെൻറ്റ് വാട്ടർ കണ്ടന്റ്. ഫീൽഡിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന വാട്ടർ കണ്ടന്റ്, കോമ്പാക്ഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഫീൽഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വാട്ടർ കണ്ടന്റിനെയാണ് നമ്മൾ പ്ലേസ്മെൻറ്റ് വാട്ടർ കണ്ടന്റ്. ഇതൊരിക്കലും ലാബിൽ ടെസ്റ്റ് ചെയ്ത് കിട്ടിയ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ആവണമെന്ന് നിർബന്ധമില്ല. ലാബിൽ നമ്മൾ ഈ സെയിം സോയിൽ എടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് കിട്ടും. അതാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഓക്കെ, അതിനെയാണ് പ്ലേസ്മെൻറ്റ് വാട്ടർ കണ്ടന്റ്. എപ്പോഴാണ് നമ്മൾ ഈ പ്ലേസ്മെൻറ്റ് വാട്ടർ കണ്ടന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൈവേ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ കൊഹസി സോയിൽസ് ആണ് എങ്കിൽ, വാട്ടർ കണ്ടന്റ് സോയിലിന് വളരെ കുറവാണെങ്കിൽ, ഇങ്ങനെയുള്ള കണ്ടീഷനിലാണ് യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്ലേസ്മെൻറ്റ് വാട്ടർ കണ്ടന്റ് കൊടുക്കുന്നത്. ഇനി അത് കൊടുക്കുന്നതിന് വേറൊരു കാരണമുണ്ട്. പേയ്മെൻറ്റും ഫ്ലോറൊക്കെ ആണെങ്കിൽ എക്സ്പാൻഷൻ കൂടുതലായിരിക്കും. നമ്മൾ സോയിൽ പേയ്മെൻറ്റിനോ അല്ലെങ്കിൽ ഫ്ലോറിനോ ഒക്കെ വേണ്ടി കൺസ്ട്രക്ട് ചെയ്യുമ്പം അതിനകത്ത് വോളിയം ചേഞ്ചസ് ഭയങ്കര കൂടുതലായിരിക്കും. പ്രഷർ കൊണ്ട് അതിന് സ്വെല്ലിംഗ് ഉണ്ടാവും. അപ്പം അതിനെ റെഡ്യൂസ് ചെയ്ത് കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലേസ്മെൻറ്റ് വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുവഴി സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത്തും കംപ്രസിബിലിറ്റി, ഹൈ ഷിയർ സ്ട്രെങ്ത് ആവുകയും കംപ്രസിബിലിറ്റി റെഡ്യൂസ് ചെയ്യാനും പറ്റും. ദെൻ അടുത്തൊരു ടേമാണ് റിലേറ്റീവ് കോമ്പാക്ഷൻ. റിലേറ്റീവ് കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, റേഷ്യോ ഓഫ് ഡ്രൈ ഡെൻസിറ്റി ഇൻ ദ ഫീൽഡ് ടു ദി മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഇൻ ദ ലാബ്. അതായത് ഒരു സെയിം സോയിൽ സാമ്പിൾ ഫീൽഡിൽ വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്തു, ഡ്രൈ ഡെൻസിറ്റി കണ്ടു. അതുകൂടാതെ ആ സെയിം സോയിൽ കൊണ്ടുപോയി ലാബിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡ്രൈ ഡെൻസിറ്റി, മാക്സിമം ഡ്രൈ ഡെൻസിറ്റി മെഷർ ചെയ്തു. ഇത് തമ്മിലുള്ള റേഷ്യോനെയാണ് എന്ത് പറയുക, റിലേറ്റീവ് കോമ്പാക്ഷൻ. ദെൻ അടുത്തതാണ് കോമ്പാക്ഷൻ കൺട്രോൾ. നമ്മളൊരു സോയിലിൽ കോമ്പാക്ഷൻ കൊടുക്കുകയാണ്, സോയിൽ ഫീൽഡിലാവട്ടെ എവിടെ ആവട്ടെ, നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ആ സോയിൽ കോമ്പാക്ഷൻ അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത്? നമ്മൾ സോയിലിൽ കോമ്പാക്ഷൻ ചെയ്യുന്നു. അപ്പോൾ ഈ കോമ്പാക്ഷൻ നമ്മൾ കൊടുത്തത് മതിയായോ, അത് ഇനഫ് ആണോ എന്നുള്ളത് നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും ഫീൽഡിലാണെങ്കിൽ? ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എങ്ങനെ നമുക്ക് സോയിൽ നമ്മൾ കോമ്പാക്ഷൻ ചെയ്യും? ഇപ്പം ഒരു സോയിൽ ഫീൽഡിൽ നമ്മൾ ജസ്റ്റ് ടാമ്പ് ചെയ്തു അല്ലെങ്കിൽ റോളർ വെച്ച് അതിനെ കോമ്പാക്ട് ചെയ്തു. അത് കോമ്പാക്ട് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് അറിയാൻ പറ്റണം ആ കോമ്പാക്ഷൻ മതിയോ അല്ലെങ്കിൽ വേണ്ട കോമ്പാക്ഷനിലേക്ക് അത് എത്തിയിട്ടുണ്ടോ. അതെങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും? ഹലോ, എല്ലാവരും ഉറങ്ങിയോ? ഒന്നുമില്ല, ഞങ്ങൾ നേരത്തെ ഡിപ്ലോമയ്ക്ക് പഠിച്ചപ്പോൾ വരണുണ്ടായിരുന്നു ഇങ്ങനെ കയ്യിൽ മണ്ണെടുത്ത് റോൾ ചെയ്യുമ്പോൾ 3 mm ഒരു സ്ട്രിപ്പ് ഇതായിട്ട് വരണം. അത് ഇത് ശ്രിങ്കേജ്, ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് കാണാനായിട്ട്.
അവിടെ shrinkage ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ആണോ കിട്ടണേ? shrinkage ശരിക്കും കിട്ടണേ എന്താ? പല ചേഞ്ചസ് ആണ്, ഫേസസ് ആണ്. സോളിഡിൽ നിന്ന് ലിക്വിഡും, ലിക്വിഡിൽ നിന്ന് സോളിഡും, സോളിഡിൽ നിന്ന് പ്ലാസ്റ്റിക്കും, പ്ലാസ്റ്റിക്കിൽ നിന്ന് സെമി സോളിഡ്, അങ്ങനെ ആവുന്ന സ്റ്റേജ് ട്രാൻസ്ഫോർമേഷൻസിന്റെ വാട്ടർ കണ്ടന്റ് നമുക്ക് കിട്ടുന്നത്. അല്ലാതെ ഒരിക്കലും ഒപ്റ്റിമം, അതൊരു ഒപ്റ്റിമം ആണ്, ഡിഫറെന്റ് ഫേസിലേക്കുള്ള ഒപ്റ്റിമം വാല്യൂസ് ആണ് കിട്ടുന്നത്. പക്ഷെ കോമ്പാക്ഷൻ ചെയ്യാൻ നേരത്ത് നമുക്ക് എങ്ങനെയാ കിട്ടണേ? നമ്മളൊരു ഫീൽഡിൽ കോമ്പാക്ഷൻ കൊടുക്കുകയാണ്, ആ കോമ്പാക്ഷൻ എങ്ങനെയാ നമുക്ക് മനസ്സിലാവണേ? രണ്ട് രീതിയിൽ ചെയ്യാം കോമ്പാക്ഷൻ. നമുക്ക് ഫീൽഡിൽ ഡയറക്റ്റ് കോമ്പാക്ഷൻ ഇനഫ് ആയോ എന്ന് രണ്ട് രീതിയിൽ മനസ്സിലാക്കാം. ഒന്ന്, ആ സോയിലിന്റെ ഡ്രൈ ഡെൻസിറ്റി മെഷർ ചെയ്യാം, അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ്, ഫീൽഡിലുള്ള വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കുക. ഈ രണ്ട് കാര്യം കണ്ടുപിടിച്ചാൽ, അതിലേതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചാൽ നമുക്ക് മനസ്സിലാവാം ഇനഫ് കോമ്പാക്ഷൻ അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്ന്. ആദ്യത്തത് ഡ്രൈ ഡെൻസിറ്റി മെഷർ ചെയ്യുക, രണ്ടാമത്തത് വാട്ടർ കണ്ടന്റ്. ഓക്കെ, ഇനി ഡ്രൈ ഡെൻസിറ്റി എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. നമ്മൾ ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ ഇനീഷ്യലി ഫസ്റ്റ് മൊഡ്യൂളിൽ രണ്ട് മെത്തേഡ് പഠിച്ചായിരുന്നു. ഫീൽഡിലെ സാമ്പിളിന്റെ ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ ഏതാന്ന് ഓർക്കണ്ടോ? ഫീൽഡിൽ നമുക്കൊരു സോയിലിന്റെ ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കണം. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് മെത്തേഡ് പഠിച്ചായിരുന്നു. ഡയറക്റ്റ് ഫീൽഡിൽ പോയി ചെയ്യുന്ന രണ്ട് മെത്തേഡ്, അത് വെച്ചിട്ട് നമുക്ക് ഡ്രൈ ഡെൻസിറ്റി മെഷർ ചെയ്യാം. അതാണ് സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ്, കോർ കട്ടർ മെത്തേഡ്. ഇത് രണ്ടും നമുക്ക് ഫീൽഡിൽ പോയി ചെയ്യാവുന്ന ടെസ്റ്റുകളാണ്. അപ്പം ഈ രണ്ട് ടെസ്റ്റിൽ ഏതെങ്കിലും ചെയ്യുന്ന വഴി എന്ത് ചെയ്യാം? സോയിലിൻ്റെ ഡ്രൈ ഡെൻസിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം കോമ്പാക്ഷൻ അച്ചീവ് ചെയ്തോ എന്ന്. ഇനി രണ്ടാമത് പറഞ്ഞത് വാട്ടർ കണ്ടന്റ് ആണ്. നമ്മൾ യൂഷ്വലി വാട്ടർ കണ്ടന്റ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഓവൻ ഡ്രൈ മെത്തേഡിലാണ്. പക്ഷേ നമുക്കൊരിക്കലും ഫീൽഡിലെ സോയിൽ എങ്ങനെയാണ് ഇങ്ങനെ 24 hours കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓവൻ ഡ്രൈ മെത്തേഡിലൂടെ എന്ത് ചെയ്യുക, വാട്ടർ കണ്ടന്റ് കിട്ടുക. പക്ഷേ ഇതൊരിക്കലും നമുക്ക് ഒരു എന്താണ് സൈറ്റിൽ ചെല്ലുമ്പോൾ നമുക്ക് ക്വിക്കായിട്ട് റിസൾട്ട് കിട്ടണം. അപ്പോൾ ഒരിക്കലും നമുക്കിങ്ങനെ ഓവൻ ഡ്രൈ മെത്തേഡിലൊന്നും വാട്ടർ കണ്ടന്റ് കാണാൻ പറ്റില്ല. അപ്പം അതിന് നമ്മൾ വാട്ടർ കണ്ടന്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് സാൻഡ് ബാത്ത് മെത്തേഡ്, ആൽക്കഹോൾ മെത്തേഡ്, അല്ലെങ്കിൽ കാൽഷ്യം കാർബൈഡ് മെത്തേഡ്. ഈ മൂന്ന് മെത്തേഡ്സിൽ ഏതെങ്കിലും യൂസ് ചെയ്തിട്ടാണ് ഫീൽഡിൽ നമ്മൾ വാട്ടർ കണ്ടന്റ് മെഷർ ചെയ്യുക, അല്ലാതെ ഓവൻ ഡ്രൈ മെത്തേഡിലല്ല. അപ്പം ഡ്രൈ ഡെൻസിറ്റി നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും? സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ് അല്ലെങ്കിൽ കോർ കട്ടർ മെത്തേഡ് വഴി. വാട്ടർ കണ്ടന്റ് എങ്ങനെ മെഷർ ചെയ്യും? സാൻഡ് ബാത്ത് അല്ലെങ്കിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ കാൽഷ്യം കാർബൈഡ് മെത്തേഡ്. ഇങ്ങനെയാണ് നമ്മൾ കോമ്പാക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഒരു തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഹൗ ടു കൺട്രോൾ കോമ്പാക്ഷൻ എന്നും പറഞ്ഞു. ഇനി നമുക്ക് വേറൊരു മെത്തേഡാണ് കോമ്പാക്ഷൻ കൺട്രോൾ ചെയ്യാവുന്ന. അതിനെ നമ്മൾ ബൈ പ്രോക്ടർ നീഡിൽ മെത്തേഡ് എന്ന് പറയും. ഇനഫ് കോമ്പാക്ഷൻ ആയോ എന്ന് നമുക്ക് അറിയാൻ പറ്റണം. യൂഷ്വലി ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഇതാണ് ഫീൽഡിൽ, കോമ്പാക്ഷൻ കൺട്രോൾ ബൈ പ്രോക്ടർ നീഡിൽ മെത്തേഡ്. ഇത് വെച്ചിട്ടാണ് യൂഷ്വലി നമ്മൾ ഇനഫ് കോമ്പാക്ഷൻ ആയോ എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുന്നത്. മറ്റ് രണ്ട് മെത്തേഡ്സ് ചെയ്യാൻ ഈസിയാണ്, പക്ഷെ കുറച്ച് ടൈം എടുക്കും. അതിലും കുറച്ചും കൂടി ഈസി പ്രോക്ടർ നീഡിൽ ചെയ്യാണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് പ്രോക്ടർ നീഡിൽ. ഇതിനൊരു സ്റ്റെം ഉണ്ട്, കണ്ടോ? ഈ കാണിച്ചിരിക്കുന്ന സ്റ്റെമ്മ്, ഇതിനൊരു സ്ലൈഡിങ് റിംഗ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കുറേ സ്കെയിലാണ്, ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഷാങ്ക് ആണ്. ഈ ഷാങ്കിൻ്റെ അടിയിൽ ഒരു നീഡിലുണ്ട്. ആ നീഡിൽ ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ പ്രോക്ടർ നീഡിൽ മെത്തേഡ് വച്ചിട്ട് നമ്മൾ ശരിക്കും മെഷർ ചെയ്യുന്നത് വാട്ടർ കണ്ടന്റ് ആണ്. ഫീൽഡിലെ വാട്ടർ കണ്ടന്റ് ആണ് നമ്മൾ മെഷർ ചെയ്യുക. ആ വാട്ടർ കണ്ടന്റ് നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കോമ്പാക്ഷൻ കൺട്രോൾ ആയോ അല്ലെങ്കിൽ ഇനഫ് കോമ്പാക്ഷൻ ആയോ എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇനി ഈ പറഞ്ഞതാണ് പ്രോക്ടർ നീഡിൽ എന്ന് പറഞ്ഞ അപ്പാരറ്റസ്. ഇതിനകത്ത് ഒരു സ്പ്രിങ് ആണ്. ഓക്കെ, ഈ ഒരു നീഡിലിനകത്ത് സ്പ്രിങ് ആണ്. സ്പ്രിങ്ങിൽ ലോഡ് വരുന്ന സ്പ്രിങ് ലോഡ് മൂവ്മെൻ്റ് ആണ് ശരിക്കും ഇതിൽ വരിക. ഗ്രാജുവേഷൻസ് ഉണ്ട്, നമുക്ക് സ്കെയിൽ ചെയ്യാം, ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് കോമ്പാക്ട് ചെയ്ത ഒരു സോയിലിൻ്റെ മുകളിൽ നമ്മൾ കൊണ്ടുപോയി ഇത് വയ്ക്കും. ലാബിലെങ്കിൽ അല്ലെങ്കിൽ ഫീൽഡിൽ. എന്നിട്ട് ഈ പ്രോക്ടർ നീഡിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ 7.5 സെൻറ്റിമീറ്ററിലേക്ക് 1.25 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ ഫോഴ്സ് കൊടുത്ത് അടിച്ചിറക്കും.
ലോഡ് ആ ഒരു നീഡിൽ, ആ ഒരു സ്പ്രിങ്ങിൽ കൊടുത്തുകൊണ്ട് 7.5 സെൻറ്റിമീറ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ നീഡിലിനെ അടിച്ചെറുക്കും. എന്നിട്ട് മാക്സിമം എത്ര ഫോഴ്സ് വന്നോ ഈ 7.5 സെൻറ്റിമീറ്ററിലേക്ക് അതിനെ തുളച്ചിറങ്ങാനായിട്ട് എത്രത്തോളം ഫോഴ്സ് ആ സ്പ്രിങ്ങിൽ അപ്ലൈ ചെയ്തു എന്നുള്ളത് നമ്മൾ ആ ഗ്രാജുവേഷൻസിൽ നിന്ന് റീഡ് ചെയ്യാം. ഓക്കെ, ആ ഫോഴ്സ് ബൈ ഈ നീഡിൽ ഇറങ്ങിപ്പോയ കോണ്ടാക്ട് ഏരിയ ഉണ്ട്, ആ ഫോഴ്സ് ബൈ കോണ്ടാക്ട് ഏരിയ ചെയ്യുമ്പം നമുക്ക് സ്ട്രെസ് കിട്ടും. ഓക്കെ, പെനിട്രേഷൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. അപ്പം നമ്മൾ ഇതൊരു കാലിബ്രേഷൻ കർവ് ഉണ്ട് ഓൾറെഡി. ഈ പെനിട്രേഷൻ റെസിസ്റ്റൻസ് എത്രയാണോ കിട്ടിയത് അതിൽ നിന്ന് ഈ കർവിലേക്ക് എന്ത് ചെയ്യും, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. അതിന് കറസ്പോണ്ടിങ് എത്രയാണ് വാട്ടർ കണ്ടന്റ് എന്ന് നോക്കും. അതായിരിക്കും ആ ഫീൽഡിലെ വാട്ടർ കണ്ടന്റ്. ഓക്കെ, അപ്പോൾ ഈ പെനിട്രേഷൻ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, വാട്ടർ കണ്ടന്റിനനുസരിച്ച് പെനിട്രേഷൻ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, വാട്ടർ കണ്ടന്റ് കൂടും തോറും പെനിട്രേഷൻ റെസിസ്റ്റൻസ് കുറഞ്ഞു പോകും. അപ്പം ഒരു പെർസെൻറ്റേജ് ഓഫ് കോമ്പാക്ഷൻ അച്ചീവ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പെനിട്രേഷൻ്റെ റെസിസ്റ്റൻസ്, വാട്ടർ കണ്ടന്റ് ഇങ്ങനെ കൂടി കൂടി പോകും തോറും പെനിട്രേഷൻ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കുറഞ്ഞായിരിക്കും വരുന്നത്. അപ്പം ഈ കാലിബ്രേഷൻ ചാർട്ടിൽ നിന്ന് നമുക്ക് ഈ കർവിൽ, ഇപ്പം ഈ കർവിൽ നോക്കുക, മാക്സിമം വരുന്ന പെനിട്രേഷൻ റെസിസ്റ്റൻസ് കിട്ടുന്ന ഈ ഒരു പോയിന്റിലാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്കത് ഒപ്റ്റിമം മോയ്സ്ചർ ആയോ എന്നുള്ളത് ഗ്രാഫിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റും. ആ മോയ്സ്ചർ കണ്ടന്റ് ആണ് ഫീൽഡിൽ കിട്ടിയെങ്കിൽ എന്താണ്, കോമ്പാക്ഷൻ കൺട്രോൾഡ് ആണ്, അല്ലെങ്കിൽ ഇനഫ് കോമ്പാക്ഷൻ അച്ചീവ് ചെയ്തു. ഇങ്ങനെയാണ് കോമ്പാക്ഷൻ കൺട്രോൾ ബൈ പ്രോക്ടർ നീഡിൽ ചെയ്യുക. ഓക്കെ ആണോ? കുറേ കാര്യങ്ങൾ പറഞ്ഞു, വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ ആണോ? തിയറിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ പോയത്. ഓക്കെ, അപ്പൊ ഈ സ്പ്രിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് അത് എന്തോരം ഞങ്ങളുണ്ടെന്നുള്ള ഗേജിൽ അറിയാൻ പറ്റൂല്ലേ? ഇതിനകത്ത് ഗ്രാജുവേഷൻ ഉണ്ട് ഈ സ്പ്രിംഗില്. സ്പ്രിംഗ് ബാലൻസ് പോലെ, സ്പ്രിംഗ് ബാലൻസ് പോലെ ഈ സ്പ്രിംഗില് ശരിക്കും കണ്ടോ, നമ്മള് ഇത് സ്റ്റെമ്മ, ഇതിനകത്തേക്ക് ഒരു ലോഡ് കൊടുക്കുക. അപ്പം 7.5 സെന്റിമീറ്റർ ഇതിനകത്തേക്ക് ഇറങ്ങുമ്പം നമുക്ക് മനസ്സിലാവും, ഗ്രാജുവേഷൻ റീഡ് ചെയ്യാം. അപ്പോൾ എത്ര ഫോഴ്സ് ആണ് ഇതിൽ കൊടുത്തതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമുക്ക് റീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പെനിട്രേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യും ഫോഴ്സ് ബൈ ഏരിയ വെച്ചിട്ട്. ആ നീഡിൽ ഇറങ്ങിപ്പോയ ക്രോസ് സെക്ഷണൽ ഏരിയ ചെയ്യുമ്പം ആ റെസിസ്റ്റൻസ് കാലിബ്രേഷൻ ഒന്നും കേൾക്കണില്ല, മുഴുവൻ ഡിസ്റ്റർബൻസ് ആയി കഴിഞ്ഞ ആഴ്ചത്തെ പോലെ. ഹലോ, കേൾക്കണ്ടേ? ഒന്നും കേൾക്കുന്നില്ല, മുഴുവൻ ഡിസ്റ്റർബൻസ് ആണ്.